ഈ ബ്രെയിൻ കെമിക്കൽസിന് മിക്കവാറും അധികം നമ്മുടെ ഗട്ടിലാണ് അത് ഉണ്ടാവുന്നത്. ഈ ബാക്ടീരിയാസ് ആണ് അധികം പ്രൊഡ്യൂസ് 90% ഓഫ് ഡോപ്പമീൻ, സെറട്ടോണിൻ പോലത്തെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മളെ ഗട്ടിൽ, അതായത് നമ്മളെ സ്റ്റമക്കിൽ ബാക്ടീരിയകൾ ഉണ്ടാക്കുന്നതാണ്. ഈ ഗട്ടും ബ്രെയിനും ശരിക്കും തമ്മിൽ ഒരു ബെസ്റ്റീസ് ആണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഗട്ട് ബ്രെയിൻ കണക്ഷൻ വഴി, ഈ ന്യൂറോ ട്രാൻസ്മിഷൻ വഴി ദർ ഈസ് എ കമ്മ്യൂണിക്കേഷൻ ഹാപ്പനിങ്. നമുക്ക് ഇപ്പം ഭയങ്കര സങ്കടം വരുവാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളെ ഗട്ട് ഹാപ്പി അല്ല എന്നർത്ഥം. നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്നത് കാഫ് മസിലാണ്. അതുപോലെ നമുക്കൊരു സെക്കൻഡ് ബ്രെയിൻ ഉണ്ട്. അതെന്താണെന്ന് അറിയാമോ? അതാണ് നമ്മുടെ ഗട്ട്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഗട്ട് ഹെൽത്തും പ്രോബയോട്ടിക്കുമാണ്. അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയുള്ള ഡോക്ടർ ഷീബ മാം ആണ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത്. വെൽക്കം മാം, വെൽക്കം ടു ദ ഷോ. ഷീബ മാം ഒരു സയൻറ്റിസ്റ്റ് കൂടിയാണ്. സോ മാം, ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ബോഡിയിൽ ഹാഫ് മൈക്രോബ്സ് ഹാഫ് ഹ്യൂമൺ എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? ഞാനിത് വായിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. നമ്മുടെ ശരീരത്തില് നമുക്ക് എല്ലാരും ആർക്കെങ്കിലും തോന്നുവാണ് ഞാൻ ഈ ലോകത്ത് ഒറ്റയ്ക്കാണെന്നൊക്കെ തോന്നുവാണെങ്കിൽ അത് ശരിക്കും അതൊരു വെറുതെ ഉള്ള തോന്നല. എന്താ വെച്ചാൽ നമ്മളൊരു സെലിബ്രിറ്റിയാണ്. ഒരു ട്രില്യൻസ് ഓഫ് ഫാൻസ് ഉണ്ട്, നമുക്ക് ഫാൻ ഫോളോയിങ് ഉണ്ട്. ആ ഫാൻസിന്റെ ജീവൻ ശരിക്കും നമ്മളിലാണ്, നമ്മളുടെ ആരോഗ്യത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഈ ഫാൻസ് എന്ന് പറയുന്നത് ബാക്കിയൊന്നുമല്ല, നമ്മുടെ മൈക്രോബിയൽ പോപ്പുലേഷൻ ആണ് നമ്മുടെ ശരീരത്തിൽ. അതായത് നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ ഗട്ടില്, നമ്മുടെ സ്റ്റമക്കിന്റെ ഇൻറ്റസ്റ്റൈനൽ ലൈനിങ്സിൽ, നമ്മളെ മൂക്കിൽ, നമ്മുടെ ചെവി, കണ്ണിൽ, ഇവിടെ വരെ നമുക്ക് വായിക്കാത്ത മൈക്രോബ്സ് ഉണ്ട്. ഈ മൈക്രോബ്സ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മളും അവരിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പൊ നമ്മളെ ശരീരത്തിലുള്ള ഈ മൈക്രോബ്സിന്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഹാഫ് അതായത് ഒരു 30 ട്രില്യൺ നമ്മളുടെ ഹ്യൂമൻ സെൽസ് ആണെങ്കിൽ 38 ട്രില്യന്റെ അടുത്ത് ഈ മൈക്രോബിയൽ സെൽസ് ഉണ്ട്. ഹ്യൂമൻ സെൽസിനെക്കാളും കൂടുതൽ മൈക്രോബിയൽ സെൽസ് ആണ്. അതെ അതെ, നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് വി ആർ ലെസ് ഓഫ് എ ഹ്യൂമൻ ദാൻ വി ആർ മോർ ഓഫ് എ മൈക്രോബ്. അപ്പൊ അതാണ് അതിന്റെ ഒരു മൈക്രോബ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് മാം അതിലുണ്ടാവുക? ബാക്ടീരിയ ഉണ്ടാവും, ഫംഗസ് ഉണ്ടാവും, ആൽഗ ഉണ്ടാവും, വൈറസസ് ഉണ്ടാവും, മൈറ്റ്സ് ഉണ്ടാവും, എല്ലാം അടങ്ങിയ ഒരു പോപ്പുലേഷൻ ആണ്. സോ അപ്പം എല്ലാ ബാക്ടീരിയ അല്ലെങ്കിൽ എല്ലാ ഫംഗസും നമുക്ക് ഹാർംഫുൾ അല്ല അല്ലെ? എല്ലാം നമ്മളൊരു മൈക്രോബ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വൈറസ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഇപ്പോൾ ഒരു കോവിഡ് കാലം കഴിഞ്ഞാൽ അപ്പൊ അത് മൈക്രോബ്സ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സാധനം പോലെയാണ് നമ്മുടെ മനസ്സിൽ. ബട്ട് ആക്ച്വലി അതിനകത്ത് ഒരു മെജോറിറ്റി ആൾക്കാർ നമ്മൾ പോസിറ്റീവ്, നമുക്കൊരു ബെനിഫിറ്റ് തരുന്ന ആൾക്കാരാണ് കൂടുതൽ. അവരുടെ പോപ്പുലേഷൻ കുറയുമ്പോഴാണ് നമുക്ക് പല അസുഖങ്ങളും വരുന്നത്. നമ്മുടെ ഫുൾ ബോഡി ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദം. ദേ ആർ ഡിപ്പെൻഡന്റ് ഓൺ അസ്, നമ്മളും ആർ ഡിപ്പെൻഡന്റ് ഓൺ. അപ്പം നമ്മളുടെ പല ലൈഫ് സ്റ്റൈൽ ഡിസീസസും വരുന്നത് ഈ മൈക്രോബിയൽ പോപ്പുലേഷൻ കുറയും, നല്ല മൈക്രോബ്സിന്റെ പോപ്പുലേഷൻ കുറയുമ്പോഴാണ്. മാം, ഇപ്പൊ ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ഗട്ട് ഹെൽത്തിലൂടെ വരുന്നതിന് മുമ്പ് ആക്ച്വലി എവിടെയാണ് ഈ ഗട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ സ്റ്റൊമക്ക് ആണോ? ഗട്ട് എന്ന് പറഞ്ഞാല് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. എൻറ്റയർ ഡൈജസ്റ്റീവ് സിസ്റ്റം. നമ്മൾ ഈ വായയിലേക്ക് ഫുഡ് എവിടെയിലൂടെയൊക്കെ ട്രാവൽ ചെയ്യുന്നു, നമ്മൾ വായിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അത് ഫുഡ് പൈപ്പിലൂടെ ട്രാവൽ ചെയ്ത് സ്റ്റമക്കിലെത്തി, പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, പിന്നെ നമ്മള് ലിവർ, കിഡ്നി, ഇതിലൊക്കെ മൈക്രോബിയൽ പോപ്പുലേഷൻസ് ഉണ്ട്. അതെല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു ഇതിനാണ് നമ്മൾ ഗട്ട് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഫുഡ് പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ വേസ്റ്റ് ആയിട്ട്, അത് ആ ഫുഡ് ആ ഒരു റീജിയനെയും നമ്മൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതാണ് എൻറ്റയർ ഗട്ട്. ഈ ഫുൾ ഓർഗൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ സിസ്റ്റം. അതിനകത്ത് എന്തെങ്കിലും കേട് വന്നാൽ നമ്മളെ കംപ്ലീറ്റ് സിസ്റ്റം തകരാറിലായി. സോ ഈ ഗട്ട് ഫീലിംഗ് നമ്മൾ പറയുന്നുണ്ടല്ലോ, അപ്പം ചിലപ്പോൾ അതൊരു എന്താ പറയുക, ഒരു അങ്ങനത്തെ ഒരു ടേം വെറുതെ കൊടുത്തായിരിക്കാം. പക്ഷേ മാമിൻ്റെ ടോപ്പിക് വെച്ച് നോക്കുമ്പോൾ ഈ ഗട്ട് എന്താണ്, നമ്മുടെ ബ്രെയിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് ആക്ച്വലി എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ ഗട്ട് എന്ന് പറഞ്ഞാൽ ഗട്ടിലുള്ള പല കാര്യങ്ങളും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കേട്ടില്ല, നമ്മുടെ ബ്രെയിൻ കെമിക്കൽസ്. ഈ ബ്രെയിൻ കെമിക്കൽസിന് മിക്കവാറും അധികം നമ്മുടെ ഗട്ടിലാണ് അത് ഉണ്ടാവുന്നത്. ഈ ബാക്ടീരിയാസ് ആണ് അധികം പ്രൊഡ്യൂസ് 90% ഓഫ് ഡോപ്പമീൻ, സെറട്ടോണിൻ പോലത്തെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മളെ ഗട്ടിൽ, അതായത് നമ്മളെ ഈ സ്റ്റമക്കിൽ ബാക്ടീരിയകൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ബ്രെയിൻ അല്ലേ നമ്മൾ ഡോപ്പമൈൻ റിലീസ് ചെയ്യുന്നത്? ഗട്ട് ബ്രെയിൻ കണക്ഷൻ ഉണ്ട്. ഈ ഗട്ടും ബ്രെയിനും ശരിക്കും തമ്മിൽ ഇങ്ങനെ
ഒരു ബെസ്റ്റീസ് ആണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഗട്ട് ബ്രെയിൻ കണക്ഷൻ വഴി, ഈ ന്യൂറോ ട്രാൻസ്മിഷൻ വഴി ദർ ഈസ് എ കമ്മ്യൂണിക്കേഷൻ ഹാപ്പനിങ്. ഇപ്പൊ നമ്മൾ ഈ ഗട്ടിൽ നമുക്ക് ഇപ്പം ഭയങ്കര സങ്കടം വരുവാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളെ ഗട്ട് ഹാപ്പി അല്ല എന്നാണ്. ബ്രെയിനിന്റെ ഹോർമോൺ പ്രൊഡക്ഷൻ മാത്രമല്ല, ഡോപ്പമീൻ പ്രൊഡക്ഷൻ ഇല്ല, കുറവാകുന്നു. അതുകൊണ്ടാണ് നമ്മളെ ബ്രെയിൻ ഇങ്ങനെ ഡള്ളായിട്ട് നിൽക്കുന്നത്. ബ്രെയിൻ ഫോഗ് ഒക്കെ വരുമ്പോൾ ശരിക്കും നമ്മളെ ഗട്ട് ഹാപ്പി അല്ല, നമ്മളെ ഹെൽത്തി ബാക്ടീരിയ ഇല്ല. അതുകൊണ്ടാണ് ഫുഡിന്റെ ഇമ്പോർട്ടൻസ് ശരിക്കും ഒന്നുകൂടെ ഇവിടെ കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ഓക്കെ, മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ നമുക്ക് ഡിപ്രഷൻ കാര്യങ്ങളെല്ലാം അത് ഫുഡ് ഒരു പരിധി വരെ നമുക്ക് സ്ട്രെസ് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പോലും ഇത് എഫക്ട് ഉണ്ട് എന്നാണ് മാം പറഞ്ഞു വരുന്നത്. ശരിയല്ലേ? അതെ അതെ അതെ. ഫുഡ് നല്ല മൈക്രോബ്സ് ഉള്ള ഫുഡ്, നല്ല മൈക്രോബ്സിനെ ഫീഡ് ചെയ്യുന്ന ഫുഡ്. ഈ മൈക്രോബ്സിന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ പ്രീബയോട്ടിക് എന്ന് പറയും. അതാണ് അധികം ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല ഹാപ്പി ആയിരിക്കും. എന്താ വെച്ചാൽ നമ്മളെ ഗട്ട് ഹാപ്പിയാണ്. മാം അതിലിപ്പോ ടേം പറഞ്ഞ പ്രീബയോട്ടിക്, ഈ പ്രീബയോട്ടിക് പ്രോബയോട്ടിക് രണ്ട് ടേം ഇല്ലേ, അതിലെന്തായിരിക്കും ഡിഫറൻസ്? പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ എസെൻഷ്യലി ഫൈബർ ആണ്. നമ്മുടെ ബോഡിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു, നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ സെൽസിന് പ്രോസസ്സിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഫൈബർ. പക്ഷെ അത് ആവശ്യമാണ്, നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ട് ആവശ്യമാണ്. എന്താ വെച്ചാൽ അതിന്റെ ആ ഫുഡ് ഉപയോഗിക്കുന്നത് നമ്മുടെ മൈക്രോബ്സ് ആണ്. മൈക്രോബ്സ് ഇതിനെ ഫെർമെന്റ് ചെയ്തിട്ട് ഫുഡായി കൺവേർട്ട് ചെയ്തിട്ട് സർവൈവ് ചെയ്യുന്നതാണ് ഫൈബർ. പിന്നെ അത് മാത്രമല്ല, നമ്മളെ ഇത് ശരീരത്തിലുള്ള ഫാറ്റ് അങ്ങനത്തെ ഒക്കെ കഴുകി കളയുന്നവരും സ്ക്രബ് ചെയ്ത് കളയുന്നവരും പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ ഈ നല്ല ബാക്ടീരിയകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകളെയാണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. അങ്ങനെ മീൻസ് ഫൈബർ നമ്മുടെ ബോഡിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫൈബർ. പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ നമ്മളെ ബോഡിക്ക് ആവശ്യമുള്ള ബാക്ടീരിയകൾ നൽകും. വേറൊരു ടേം കൊണ്ട് പോസ്റ്റ് ബയോട്ടിക്. പോസ്റ്റ് ബയോട്ടിക് എന്ന് പറയുന്നത് ഈ പ്രോബയോട്ടിക് ബാക്ടീരിയകൾ ഫംഗസുകളൊക്കെ ഉണ്ടല്ലോ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ബോഡിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്, ബാക്ടീരിയസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ കോമ്പൗണ്ട്സിനാണ് പോസ്റ്റ് ബയോട്ടിക്. അങ്ങനെ ഇപ്പൊ 3 ടേംസ് ആയി. അപ്പൊ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഈ മൈക്രോബ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന. അപ്പൊ അത്തരത്തിലുള്ള മൈക്രോബ്സിന് കിട്ടണം നമ്മൾ പ്രോബയോട്ടിക് എടുക്കണം. അപ്പൊ ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. ശരീരത്തിന്. സോ മാം ഇപ്പൊ 3 കാറ്റഗറി പറഞ്ഞു, പ്രീബയോട്ടിക്, പ്രോബയോട്ടിക്, പോസ്റ്റ് ബയോട്ടിക്. അപ്പം ഇതിന് നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന, നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയായിരിക്കും? ഐ മീൻ സപ്ലിമെന്റ്സ് അല്ലാതെ. ഇതില് നമ്മുടെ ഈ പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നല്ല ബാക്ടീരിയകൾ ശരിക്കും ഫെർമെന്റഡ് ഫുഡ്സിലാണ്. ഫെർമെന്റഡ് ഫുഡ്സ് നമ്മൾ വിചാരിക്കും ഫെർമെന്റ് ചെയ്താൽ ശരിക്കും നമ്മൾ പുളിപ്പിച്ച സാധനങ്ങൾ, പക്ഷെ പുളിപ്പിച്ച സാധനങ്ങൾ മാത്രമല്ല, നമ്മുടെ സാധാരണ വെജിറ്റബിൾസിൽ, ഫ്രൂട്ട്സിൽ അതിൻ്റെതായിട്ടുള്ള പ്രോബയോട്ടിക്സ് ഉണ്ട്. അത് മൈക്രോബയോം എന്ന് പറയും, അതിൻ്റെതായിട്ടുള്ള മൈക്രോബയോം ഉണ്ട്. പക്ഷെ അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിലുള്ള പ്രോബയോട്ടിക്സ് കിട്ടും. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സാധനം ഇപ്പൊ അധികം ഇല്ല, ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. അതാണ് പഴങ്കഞ്ഞി. ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ്. അതെയോ, വെരി ഗുഡ്. അർപ്പൺ ഭയങ്കര ഹെൽത്ത് നോക്കുന്നത്. ഈ പഴങ്കഞ്ഞി നമ്മള് തലേ ദിവസം ഉള്ള ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ചോറ് ബാക്കി വെള്ളത്തിലിട്ടിട്ട് വെച്ചാണ് പിറ്റേ ദിവസം നമ്മൾ അതിനകത്ത് വേണമെങ്കിൽ കുറച്ചൊരു തൈരും കൂടെ ആഡ് ചെയ്താൽ അതിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ, ചീത്ത ബാക്ടീരിയകൾ വന്ന് വരാതിരിക്കും. അപ്പൊ അതിനെ എടുത്തിട്ട് നമ്മൾ പിറ്റേ ദിവസം കുറച്ച് ഒരു ഉള്ളിയും പച്ചമുളകും ഇഞ്ചി തക്കാളിയൊക്കെ മുറിച്ചിട്ട് കഴിച്ചാൽ നല്ലൊരു പ്രോബയോട്ടിക്, ബെസ്റ്റ് പ്രോബയോട്ടിക് ആണ്. പിന്നെ നമ്മളെ വീട്ടിലുള്ള തൈര്, പിന്നെ കുറച്ച് ഇന്റർനാഷണൽ ആയിട്ടുള്ള ട്രഡീഷണൽ ഇതും കൂടെ ഉണ്ട്, പ്രോബയോട്ടിക് ഫുഡ്സ്. കൊമ്പൂച്ച എന്ന് പറയും, കെഫിർ എന്ന് പറയും. നമ്മളെ നാട്ടിലുള്ളതല്ല, അത് ഉത്ഭവിച്ച വേറെ പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നതാണ്. പക്ഷെ അതും ട്രഡീഷണൽ പ്രോബയോട്ടിക്സ് ആണ്. ഈ പഴങ്കഞ്ഞിൽ എന്റെ കാര്യം ക്ലിയർ ചെയ്തിട്ടാണ്, ഞാൻ രാവിലെയാണ് തൈര് അതിൽ ചോറിന് ചേർക്കുന്നത്, രാത്രി തന്നെ ചേർത്ത് വെക്കാനാണ്. രാത്രി തന്നെ ചേർക്കുന്നതാണ് നല്ലത്. എന്താ വെച്ചാൽ നമ്മളെ ചുറ്റും മൈക്രോബ്സ് ഉണ്ട്, ചീത്ത മൈക്രോബ്സ് അതിനകത്ത് വന്ന് ഗ്രോ ചെയ്യാനുള്ള ചാൻസ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തൈര് നമ്മൾ ഇട്ടിട്ടുണ്ട്. തൈരിനകത്തുള്ള നല്ല ബാക്ടീരിയകൾ അതിൽ വരും. അതല്ലാതെ പിന്നെ അറ്റ്മോസ്ഫിയറിലുള്ള നല്ലത് എന്താ വെച്ചാൽ തൈര് അതിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യും. സോ അതാണ് ബെസ്റ്റ് പ്രോബയോട്ടിക് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഫൈബറിനാണെങ്കിൽ ഈ വെജിറ്റബിൾസ്, ഈ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കാം. മില്ലറ്റ്സിന്റെ ഒരു മില്ലറ്റ് ഇയർ ആണല്ലോ, മില്ലറ്റ്സ് നല്ല ഫൈബറും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഉള്ള ഫുഡാണ്. മില്ലറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. മാം അതുപോലെ ഇപ്പം കമ്പൂച്ച പറഞ്ഞു, ഇപ്പം കെഫീർ പറഞ്ഞു. കമ്പൂച്ച നമുക്ക് എങ്ങനെയാണ് അത് ഒരു
പ്രോബയോട്ടിക് അല്ലെങ്കിൽ ബെസ്റ്റ് ഡ്രിങ്ക് എന്നൊക്കെ പറയുമല്ലോ അതിന്, അതെ അതെ അത് എന്തുകൊണ്ട്? കമ്പൂച്ച ആക്ച്വലി 2000 വർഷങ്ങളായിട്ട് നമ്മള് ചുറ്റുമുള്ള ഒരു ഡ്രിങ്കാണ്. അതാരും നമ്മളെ നാട്ടിൽ അത്ര പോപ്പുലർ അല്ലെങ്കിൽ ഇപ്പൊ പോപ്പുലർ ആയി വരുന്നു. പക്ഷെ പുറം രാജ്യങ്ങളിൽ സ്പെഷ്യലി ചൈന, ഈസ്റ്റേൺ യൂറോപ്പ് അങ്ങനത്തെ രാജ്യങ്ങൾ, ജപ്പാൻ, ഇവിടെയൊക്കെ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഡ്രിങ്കാണ് കമ്പൂച്ച. അതൊരു ആന്റി ഏജിങ് ഡ്രിങ്ക് ആയിട്ടാണ് ആൾക്കാർ അതിനെ പക്ഷെ അതിനൊരു ഭയങ്കര മിറക്കിൾ ഡ്രിങ്ക് ഒന്നും അല്ല. ഇറ്റ്സ് എ നോർമൽ പ്രോബയോട്ടിക്. അത് നമ്മൾ കഴിച്ചാൽ നമ്മളെ ഗട്ട് ഹെൽത്ത് നന്നായിരിക്കും. പിന്നെ ഗട്ടിലുള്ള പാത്തജനിക് ബാക്ടീരിയനെ അത് കൺട്രോൾ ചെയ്യാനും നമ്മളെ സഹായിക്കും. അത് നല്ലൊരു ഡ്രിങ്കാണ്. മാം, കമ്പൂച്ചയില് പൊതുവെയുള്ളൊരു ചോദ്യമാണ്, അതായത് കമ്പൂച്ച നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഷുഗർ അതിൽ ആഡ് ചെയ്യില്ലേ? അതെ. സോ അത് ഡയബറ്റിക് പേഷ്യൻസിനെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട്സ് ഉണ്ട്. പക്ഷെ അതിനകത്തുള്ള ഷുഗർ നമുക്ക് വേണ്ടി ഉണ്ടാവില്ല, അവൈലബിൾ ആയിരിക്കില്ല. എന്താ വെച്ചാൽ അതിനകത്ത് ബാക്ടീരിയകളുണ്ട്. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിനെ അത് എഫക്ട് ചെയ്യുന്ന രീതിയിൽ ഷുഗർ ഇട്ടാലും അത് നമുക്ക് എഫക്ട് ആവില്ല. ഇല്ല, എന്താ വെച്ചാൽ അത് ഫെർമെന്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുള്ള ഷുഗർ പോയിട്ടുണ്ടാവും. ഈ ഷുഗർ എല്ലാം കൂടെ കൊമ്പുച്ചതിനകത്തുള്ള ബൈ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഒന്ന് വിനീഗർ ആണ്. പിന്നെ ഉള്ളത് അതിനകത്ത് മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന സ്റ്റാർച്ച് ലെയർ ആണ്. അപ്പൊ ഇത് രണ്ടുമായിട്ട് കൺവേർട്ട് ചെയ്ത് പോകും. അത് മാത്രമല്ല അതിനകത്ത് പല ഷുഗർ ആസിഡ്സും ഉണ്ട് അതിനകത്ത്, നമ്മളെ ആന്റിബയോട്ടിക് പ്രോപ്പർട്ടീസ് ഉള്ള. അപ്പൊ ഇതെല്ലാം ആയിട്ട് കൺവേർട്ട് ആയി പോകും ഷുഗർ. അതുകൊണ്ടാണ് ഇത് ഷുഗർ എഫക്ട് ആവാത്തത്. നേരെ തിരിച്ചു, അതായത് മാം ഡയബറ്റിക് പേഷ്യന്റിന് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കമ്പൂച്ച കഴിക്കുകയാണെങ്കിൽ ഷുഗർ സ്പൈക്ക് കുറയുന്നു പറയുന്നത്. സാധാരണ റിസർച്ച് തെളിയിച്ചിട്ടുണ്ട് വിനീഗറിഷ് അല്ലെങ്കിൽ അസിഡിക് ആയിട്ടുള്ള ഡ്രിങ്ക്സ് നമ്മുടെ ഷുഗർ സ്പൈക്കിനെ വളരെ ഷുഗർ മെറ്റബോളിസത്തിന് ഷുഗർ സ്പൈക്കിനെ ഭയങ്കരമായിട്ട് കുറയ്ക്കും. അത് ലോങ് ടേമിലേക്ക് ഇങ്ങനെ ഒരു ലോങ് ആയിട്ട് അതിന്റെ ആ എഫക്ട് സ്പൈക്ക് ഇല്ലാതെ ഇങ്ങനെ സ്പൈക്ക് ചെയ്യാതെ അത് സ്ലോ ആയിട്ട് സ്പൈക്ക്. അപ്പൊ ഈ വിനീഗറിഷ് ഡ്രിങ്കിന്റെ ഒരു പ്രത്യേകത റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇഷ്ടംപോലെ പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഈ കോമ്പൂച്ച അതിൽ പെട്ട ഒരു ഡ്രിങ്കാണ്. കോമ്പൂച്ച കഴിക്കുമ്പോൾ നമ്മൾ ഈ ഭക്ഷണം, അതായത് നല്ല കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് കോമ്പൂച്ച കുടിച്ചാൽ നമ്മളെ ഷുഗർ സ്പൈക്ക് പെട്ടെന്ന് മേലോട്ട് ഷുഗർ പോകുന്നത്, അല്ലെങ്കിൽ മധുരമൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട് അതിന് മുമ്പ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഷുഗർ സ്പൈക്കിംഗ് ഒഴിവാക്കും. ഷുഗർ സ്പൈക്കാണ് നമ്മൾ സ്കിന്നിനെയൊക്കെ ഏജ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗ്ലൈക്കേഷൻ എന്ന് പറയും. ഷുഗർ നമ്മുടെ ബോഡിയിൽ പോയിട്ട് ഷുഗർ പോയിട്ട് ആഡ് ചെയ്യുന്ന, നമ്മളെ സ്കിന്നിന്റെ താഴെയൊക്കെ പോയിട്ട് ഷുഗർ ആഡ് ചെയ്യും. അപ്പൊ ആ ഷുഗർ ആഡ് ചെയ്യുന്നതിന് പറയുന്നത് ഗ്ലൈക്കേഷൻ. അപ്പൊ നമ്മൾ ഏജ് കൂടുന്തോറും ഗ്ലൈക്കേഷൻ കൂടി കൂടി വരികയാണ്. നമ്മളെ ബോഡി ഇങ്ങനെ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് വയസ്സാവുമ്പോൾ. അപ്പൊ ആ ഗ്ലൈക്കേഷൻ കൂടി ഫുൾ ഗ്ലൈക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഗ്രേവിലെത്തി. അപ്പം ഈ ഗ്ലൈക്കേഷനെ ഈ ഷുഗർ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് ആ പ്രോസസ്സിനെ അല്ലേ? അപ്പം ഷുഗർ ആ രീതിയിലും ഒരു ബാഡ് എഫക്റ്റ് ആണ് നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതെ അതെ. ഷുഗർ പാത്തജനിക് ബാക്ടീരിയക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഷുഗർ. പാത്തജനിക് ബാക്ടീരിയ ഈ ഷുഗർ കഴിച്ചു കഴിഞ്ഞാൽ ഡോപ്പമിൻ ഉണ്ടാക്കും. ആ ഡോപ്പമിൻ നമ്മുടെ ബ്രെയിനിൽ പോയിട്ട് ഇനി ഷുഗർ കഴിക്കാൻ പറയും. അപ്പൊ അവരുടെ എന്താ പറയാ കമ്മ്യൂണിറ്റിനെ വലുതാക്കാൻ വേണ്ടിയിട്ട് സിഗ്നൽ കൊടുത്തോണ്ടിരിക്കും. അതാണ് നമുക്ക് ആ ക്രേവിങ്സ് പിന്നെയും വരുന്നത്. ഗട്ട് ബ്രെയിൻ കണക്ഷൻ ആണ്. ഇപ്പൊ നല്ല ബാക്ടീരിയകളാണെങ്കിൽ നല്ല ബാക്ടീരിയകൾ നമ്മളെ ഫാറ്റ് മെറ്റബോളിസത്തിനൊക്കെ ഫാറ്റിനെയൊക്കെ അബ്സോർബ് ചെയ്യും, ഫാറ്റിനെയൊക്കെ പ്രോസസ് ചെയ്തിട്ട് ഒഴിവാക്കും നല്ല ബാക്ടീരിയകൾ. പക്ഷെ ചീത്ത ബാക്ടീരിയകൾ ഈ ഡെപ്പോസിറ്റ്സ് ഉണ്ടാക്കും. അപ്പൊ നമ്മളെ ശരീരത്തിൽ എങ്ങനത്തെ ടൈപ്പ് പേഴ്സണൽ ട്രെയിനേഴ്സ് ആയിട്ടുള്ള ബാക്ടീരിയ ആണോ അല്ലെങ്കിൽ കൗച്ച് പൊട്ടാറ്റോസ് ആയിട്ടുള്ള ബാക്ടീരിയ ആണോ നമ്മൾ കഴിച്ചിട്ട് നമ്മളെ ശരീരത്തിൽ വരുത്തേണ്ടത് നമ്മൾ തീരുമാനിക്കും. അതനുസരിച്ചുണ്ടാവും നമ്മുടെ ബിഹേവിയറും നമ്മളെ ഡെയിലി ഹാബിറ്റ്സും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. മാമി കെഫീറിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത് ആക്ച്വലി എന്താണ് പ്രൊഡക്റ്റ്? കെഫീർ എന്ന് പറഞ്ഞാൽ തൈര് തന്നെയാണോ? കെഫീർ ഒരു ടൈപ്പ് തൈരാണ്. പക്ഷെ നോർമൽ തൈരും പ്രോബയോട്ടിക് ആണ്. നോർമൽ തൈരിനകത്ത് പക്ഷെ കുറച്ച് ബാക്ടീരിയകളേ ഉള്ളൂ, ലാക്ടോബാസിലസ് ബാക്ടീരിയകൾ കുറച്ച് 1-2 ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ കെഫീറിനകത്ത് ടു ഡേറ്റ് അറൌണ്ട് 400 ഫാമിലീസിനെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്ടീരിയ ഈസ്റ്റ് ഫാമിലീസ് ഇതിനകത്ത്. ശരീരത്തിന് ആവശ്യമുള്ള ടൈപ്പ്. അപ്പം അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു എൻവയറമെന്റ് ഇക്കോസിസ്റ്റം ആണ് കെഫീറിലുള്ളത്. അപ്പൊ കെഫീർ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ഡൈവേഴ്സ് ആയിട്ടുള്ള പ്രോബയോട്ടിക്സിനെ നമുക്ക് ശരീരത്തിൽ. പക്ഷേ ആക്ച്വൽ ഡിഫറൻസ് എന്താണ് ഈ തൈരും കെഫീറും? നമുക്ക് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക? ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഇത് ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ? നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും? വീട്ടിലുണ്ടാക്കാൻ പറ്റും. നമുക്ക് കെഫീറിന്റെ കൾച്ചർ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് വീട്ടിലുണ്ടാക്കാം. ജസ്റ്റ് പാലിൽ ഒഴിച്ചാൽ മതി. അമ്മ ഈ തൈര് വെച്ചിട്ട് തൈര് ഒറ ഒഴിക്കില്ല, അതേമാതിരി തന്നെ കെഫീറിന്റെ ഒറ നമ്മള് പാലിൽ ഒഴിച്ചാൽ
പിറ്റേ ദിവസത്തേക്ക് അത് കെഫിറായി. ഓ, അപ്പൊ കെഫിറിന്റെ ആ ഒരു കൾച്ചർ കിട്ടിയാൽ മതി. മതി. കെഫിറും യോഗട്ടും തമ്മിൽ അത് രണ്ടും ഡിഫറെന്റ് അല്ലേ? അതും ഡിഫറെന്റ് ആണ്. യോഗട്ട് കുറച്ചും കൂടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഷുഗർ ഉള്ള ഡ്രിങ്ക് ആണ് യോഗട്ട്. പക്ഷേ കേർഡ് എന്ന് പറയുമ്പോൾ നമ്മളെ തൈര് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന കുറച്ചും കൂടെ നല്ല പ്രോബയോട്ടിക് ആയിട്ടുള്ള ഡ്രിങ്ക്. യോഗട്ട് കുറച്ചുകൂടി ഈസിലി അവൈലബിൾ അതാണെന്ന് തോന്നുന്നു. ആൾക്കാർ കൂടുതൽ അത് പ്രൊമോട്ട് യോഗട്ട് മാർക്കറ്റ് അവൈലബിൾ ആണ്. അതിനകത്ത് കുറച്ചൊരു മധുരം ഉണ്ടാവും. കൂടാൻ വേണ്ടിയിട്ട് അവര് സ്റ്റോർ ഡ്രിങ്ക് അല്ല, സ്റ്റോർ സാധനമായിട്ട് അതിന്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടി ടേസ്റ്റ് ചെയ്യാം. നല്ല ഷുഗർ പോലെയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യും ആൾക്കാർക്ക് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ വേണ്ടി. കുറച്ചുകൂടി ഒരു കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് പോലെ. പക്ഷെ അതും പ്രോബയോട്ടിക് അല്ലേ മാം? അത് പ്രോബയോട്ടിക് ആണ്. പക്ഷെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ അത് പാസ്ചറൈസ്ഡ് ആവാനും ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതെപ്പോഴും അതിനകത്ത് പ്രോബയോട്ടിക്സ് ഉണ്ടാവും. പാസ്ചറൈസ്ഡ് ആയിരിക്കില്ല, വിശ്വസിക്കാൻ വീട്ടിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ തൈരിന് പകരം പഴങ്കഞ്ഞിക്ക് കെഫിർ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതെ. ടേസ്റ്റിൽ സെയിം വ്യത്യാസം ഉണ്ടോ? ഞാൻ ഇതുവരെ കെഫിർ കഴിച്ചിട്ടില്ല. കെഫിർ ടേസ്റ്റിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അക്വയർ ചെയ്യാം. തൈരിന്റെ മാതിരിയുള്ള ടേസ്റ്റ് ആണ്. ചില ആൾക്കാർ കെഫിറാണ് കുറച്ചും കൂടി ടേസ്റ്റ് എന്ന് പറയും. അത് നമ്മള് അതിന്റെ ഫെർമെന്റേഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ, നടുക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ അതിനകത്ത് ഒരു ചെറിയ പാൽ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. തൈരിന്റെ അടുത്തുള്ള ടേസ്റ്റ്, നല്ല ഒരു കട്ടത്തൈരിന്റെ ഒരു ടേസ്റ്റ് വരും. നമ്മൾ കൂടുതൽ നേരം ഫെർമെന്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഒരു ഭയങ്കര പുളി വരും. ഓരോരുത്തരുടെ ടേസ്റ്റ് മാതിരി നമുക്ക് അതിനെ ഫെർമെന്റ് ചെയ്യാം, അത്രയും നേരം വെച്ചാൽ. പക്ഷെ കെഫിറിനെ കുറിച്ച് ഞാൻ ഈ അടുത്ത സമയത്താണ് കേട്ടു തുടങ്ങിയിട്ടുള്ളത്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ തൈര് മാത്രമല്ല, ഈ കെഫിർ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, കെഫിർ പുറത്തുള്ളതാണ്. കെഫിർ ശരിക്കും പുറത്ത്. ഇതിന്റെ ബാക്കിലുള്ള ഒരു സ്റ്റോറി ഉണ്ട്. പണ്ടത്തെ ഈ ഷെഫേർഡ്സ്, മറ്റേ ആട്ടിടയന്മാര്, അവര് കുറെ ദൂരെ സ്ഥലങ്ങളിൽ ഇവരെ പുല്ല് തീറ്റിക്കാൻ വേണ്ടി കൊണ്ടുപോകുമായിരുന്നു. അപ്പം 2-3 ദിവസമൊക്കെ ചിലപ്പോൾ അവര് ഓരോ സ്ഥലത്ത് പോയി തങ്ങി പിന്നെ തിരിച്ചു വരും. അപ്പൊ അവർക്ക് ഈ ഫുഡിന് വേണ്ടി ഇവരെന്താ ഒരു പണ്ടത്തെ ബാഗ്സ് എന്ന് പറയുന്നത്, ഈ കണ്ടെയ്നേഴ്സ് എന്ന് പറയുമ്പോൾ ഈ എന്താണ് തോല് വെച്ചുണ്ടാക്കിയ സാധനങ്ങളാണ്. അപ്പൊ അതിനകത്ത് അവര് പാല് നിറച്ചിട്ട് കൊണ്ടുപോകും കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പാല് അവിടെ എത്തുമ്പോഴത്തേക്ക് ഈ തോലല്ലേ, തോലിനകത്ത് ഇഷ്ടംപോലെ പ്രോബയോട്ടിക്സ് ഉണ്ട്. പല മൃഗങ്ങളുടെ തോലായിരിക്കും. അപ്പൊ അതിന്റെ മുകളിൽ എന്തായാലും പ്രോബയോട്ടിക്സ് ഉണ്ടാവും ഉൾഭാഗത്ത്. അപ്പൊ ആ പ്രോബയോട്ടിക്സ് എല്ലാം കൂടി പാലിൽ മിക്സ് ആയിട്ട് അതൊരു തൈര് രൂപത്തിലാവും അവർ അവിടെ എത്തുമ്പോൾ. അത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര എനർജിയാണ്. നല്ല അവരുടെ ഹെൽത്തിനെ ഭയങ്കര പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന കണ്ടപ്പോൾ അതൊരു ഡ്രിങ്ക് ആയിട്ട് അങ്ങനെയാണ് വളർന്നതെന്നാണ് അതിന്റെ ഒരു ബാക്കിലുള്ള ഒരു സ്റ്റോറി. കെഫിർ പിന്നെ ഭയങ്കര പോപ്പുലറായി. ആ കൾച്ചർ പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ഓൺ ചെയ്ത് ആ ഒരു പ്രത്യേക കൾച്ചർ പ്രിസർവ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയാണ് കെഫിറിനകത്തുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കെഫിർ ഗ്രെയിൻസ് ആണ്. കെഫിർ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൈര് നമ്മൾ കൈകൊണ്ട് പിടിക്കുമ്പോൾ അതിങ്ങനെ നമ്മളെ കയ്യിലൊന്നും വരില്ല. പക്ഷെ കെഫിറിന്റെ ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൈകൊണ്ട് പിടിക്കുന്ന ഒരു സ്പോഞ്ച് പോലെ ഇരിക്കും. അതാണ് ഈ കെഫിറും തൈരും തമ്മിലുള്ള ഒരു ചെറിയൊരു ഡിഫറൻസ്. ഈ ഗട്ട് എന്തായാലും ബ്രെയിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളെ മൂഡിനെയും എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. പോസ്റ്റ് ബയോട്ടിക് അത് ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ മാം പറഞ്ഞത്. അതിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഈ പ്രീബയോട്ടിക്, പ്രോബയോട്ടിക്, പോസ്റ്റ് ബയോട്ടിക്. ഈ പോസ്റ്റ് ബയോട്ടിക് നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? പോസ്റ്റ് ബയോട്ടിക് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രീബയോട്ടിക് ഫുഡായി ഉപയോഗിക്കുകയാണെങ്കിൽ പ്രോബയോട്ടിക്സ് കൂടുതൽ ഉണ്ടാവും. അപ്പോൾ പ്രോബയോട്ടിക് ബാക്ടീരിയ പോസ്റ്റ് ബയോട്ടിക് കോമ്പൗണ്ട്സിനെ കൂടുതൽ ഉണ്ടാക്കും. അത് നമ്മൾ ഈ പോസ്റ്റ് ബയോട്ടിക് സാധാരണ ബാക്ടീരിയ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ പ്രോബയോട്ടിക് ബാക്ടീരിയക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അടുത്തുള്ള ചീത്ത ബാക്ടീരിയകളെയൊക്കെ നശിപ്പിക്കും. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഈ തോക്കിലെ ഉണ്ടകളാണ് കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് പോസ്റ്റ് ബയോട്ടിക് സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ. അപ്പൊ ഈ ചീത്ത ബാക്ടീരിയകൾക്ക് നല്ലതല്ല പോസ്റ്റ് ബയോട്ടിക് കോമ്പൗണ്ട്സ്. അപ്പൊ അത് കൂടുതലായി ഉണ്ടാവുമ്പോൾ ചീത്ത ബാക്ടീരിയകളൊക്കെ നശിക്കും. പ്രോബയോട്ടിക്സ് വെയിറ്റ് മാനേജ്മെന്റ് തമ്മിൽ ബന്ധമുണ്ടോ? എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്? പ്രോബയോട്ടിക്സിൽ പല ബാക്ടീരിയ, ലാക്ടോബാസിലസിന്റെ പല സ്ട്രെയിൻസ് ഉണ്ട്. അത് നമ്മൾ കൊളസ്ട്രോളിനെ പ്രോസസ് ചെയ്യും. കൊളസ്ട്രോളിനെ പ്രോസസ് എത്രയും കൂടുതൽ ലാക്ടോബാസിലസ് ബാക്ടീരിയ ഉണ്ട്, അത് അത്രയും കൊളസ്ട്രോളിനെ ഇത് അബ്സോർബ് ചെയ്ത് പ്രിവെന്റ് ചെയ്യാന്ന് വെച്ചാൽ അതിനെ അബ്സോർബ് ചെയ്ത് കളയും. അപ്പം പ്രോസസ് ചെയ്ത് അതിനെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, നമുക്ക് ഫാറ്റ് അത്ര ഡെപ്പോസിറ്റ്സ് വരികയില്ല. പിന്നെ അത് നമ്മളെ എനർജി ആയിട്ടോ അങ്ങനെയായിട്ട് അതിനെ ഉപയോഗിക്കാനും ബോഡിക്ക് പറ്റും.
അപ്പോൾ പ്രോബയോട്ടിക് ഈ ഒരു വെയിറ്റ് മാനേജ്മെന്റ് ഇങ്ങനെയാണ് അതിനെ യൂസ് ചെയ്യുന്നത്. അതെ അതെ. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഈ ഹോർമോണൽ ഇംബാലൻസിൽ ഇത് കാരണമാകുന്നുണ്ടോ പ്രോബയോട്ടിക്സ്? ഹോർമോണൽ ഇംബാലൻസിൽ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പല ബാക്ടീരിയകളും നമ്മുടെ ഹോർമോൺസിനെ ബാലൻസ് ചെയ്തിട്ട്, ഹോർമോൺസും ഇതേമാതിരിയുള്ള കോമ്പൗണ്ട്സ് ആണല്ലോ, അപ്പൊ അതിനെയൊക്കെ പ്രോസസ്സ് ചെയ്ത് അതിന്റെ കൺട്രോളിൽ നിർത്തുന്നതുകൊണ്ട് നമുക്ക് ഹോർമോണൽ ഇംബാലൻസസ് കുറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ മൈക്രോബ്സ് ഈ ഹോർമോണൽ എഫക്ട് ചെയ്യുന്നത് അവരുടെ പ്രൊഡക്ഷനെ? എന്താ വെച്ചാൽ ഈ മൈക്രോബ്സ് പലപ്പോഴും പല ഹോർമോൺസും ഉണ്ടാക്കുന്നത് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് മൈക്രോബ്സ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഹോർമോൺസിന്റെ കുറച്ച് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ റെഗുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹോർമോൺ പ്രൊഡക്ഷൻ, ചില ഹോർമോൺസ് കൂടുമ്പോഴാണ്, ഈസ്ട്രജൻ സപ്ലൈ കുറയുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ, ലേഡീസ് പോസ്റ്റ് മെനോപോസ് ലേഡീസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് ഡിപ്രഷൻ വരും, അല്ലെങ്കിൽ അവർക്ക് പല ഹോട്ട് ഫ്ലാഷസ് വരും ചൂട് പുക എടുക്കുമ്പോഴൊക്കെ, പിന്നെ അവർക്ക് വെയിറ്റ് കൂടും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മെനോപോസിന്റെ ടൈമിൽ വരും. അപ്പൊ ഇതൊക്കെ ഈ നമ്മളെ പ്രോബയോട്ടിക് പോപ്പുലേഷൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ ഒഴിവാക്കും. എന്താ വെച്ചാൽ ഈ ഹോർമോണിനെ റെഗുലേറ്റ് ചെയ്യാൻ ഈ ബാക്ടീരിയ സഹായിക്കും. സോ പ്രോബയോട്ടിക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളെ എല്ലാത്തരം ഹോർമോൺസിനും, നമ്മളുടെ ഇപ്പം ഹോർമോൺ ചേഞ്ച് ആയാൽ തന്നെ നമ്മുടെ ബോഡിയിൽ എല്ലാ ചേഞ്ചസും വരും. ഈ പ്രോബയോട്ടിക് എക്സസൈസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്? അതായത് നമുക്ക് ഈ ബാക്ടീരിയസിന് ഈ പറഞ്ഞ പ്രോബയോട്ടിക് ഫുഡ് അല്ലാതെ നമുക്ക് എക്സസൈസിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈലിലൂടെയോ, മീൻസ് സ്ലീപ്പോ അല്ലെങ്കിൽ പ്രോപ്പർ റെസ്റ്റോ, അതിലൂടെയൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? അല്ലെങ്കിൽ എക്സസൈസ് ഇല്ലാത്തത് ഈ പ്രോബയോട്ടിക്സിനെ എഫക്ട് ചെയ്യും? പിന്നെ നമ്മൾ കൗച്ച് പൊട്ടേറ്റോസ് ആയിട്ട് നമ്മളൊന്ന് എക്സസൈസ് ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ചീത്ത ബാക്ടീരിയകൾ കൂടുന്നത് നമ്മുടെ ശരീരത്തിൽ. മീൻസ് നമ്മൾ ആക്റ്റീവ് അല്ലാതെ ഇരിക്കുമ്പോൾ വേണ്ടാത്ത ബാക്ടീരിയകൾ എണ്ണം അവരുടെ കോളനി കൂടിക്കൊണ്ടിരിക്കും. നമ്മള് ഇപ്പൊ ഏജ് ചെയ്യുന്നുണ്ടല്ലോ, അത് ഏജ് ചെയ്യുമ്പോൾ നമ്മളെ പ്രോബയോട്ടിക് ബാക്ടീരിയ, നമ്മളെ ശരീരത്തിലുള്ള മൈക്രോബയോം, അതായത് ബാക്ടീരിയകളുടെ പോപ്പുലേഷൻ അതിങ്ങനെ സ്റ്റാഗ്നന്റ് ആയി നിൽക്കും. സ്റ്റാഗ്നന്റ് ആയി നിൽക്കുമ്പോൾ അതിന് ഫുഡും കുറയും, ഏജ് ചെയ്യാണല്ലോ, ഫുഡും കുറയും. പിന്നെ നമ്മൾ അസുഖങ്ങൾ ആ സമയത്ത് കൂടുതലായി. ഇപ്പൊ നമ്മൾ ആന്റിബയോട്ടിക്സ് എടുക്കും, അപ്പൊ അതിന് കുറെ എണ്ണം ചത്തുപോകും. അപ്പൊ അങ്ങനെ ഭയങ്കര ഇംബാലൻസസിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഏജ് ചെയ്യുകയും ചെയ്യും. നമ്മള് വർക്ക്ഔട്ട് ഒക്കെ ചെയ്തിട്ട് നല്ല ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മളെ ഗട്ടും ബ്രെയിനും ഒക്കെ കണക്റ്റഡ് ആയിട്ട് നന്നായിട്ട് നിൽക്കും. നമ്മള് ഫുൾ ആക്റ്റീവ് മൈക്രോബിയൽ കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടാവും. ഫുഡും നമ്മൾ നന്നായി എക്സസൈസ് ചെയ്യുമ്പോഴാണല്ലോ നല്ല ഫുഡ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഒരു സൈക്കിളാണ്, എല്ലാം റിലേറ്റഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ നമ്മളിപ്പം ആന്റിബയോട്ടിക്സ് കഴിക്കുമ്പം ഇത് പ്രോബയോട്ടിക്സ് ഈ ബാക്ടീരിയ ഈ കോളനിയുടെ നല്ലോണം എഫക്ട് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. കാരണം അതിന് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ നല്ലത് ഏത് മോശം ഏതെന്നുള്ളത്. അപ്പം അതിനെ കുറിച്ച് ഒന്ന് മാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും? ആന്റിബയോട്ടിക്സിന്റെ ശരിക്കും ഒരു നമ്മള് മെഡിക്കൽ സയൻസസിൽ ആന്റിബയോട്ടിക്സിന്റെ ഇൻവെൻഷൻ ശരിക്കും ഒരു വലിയൊരു ഇൻവെൻഷൻ ആയിരുന്നു. എന്താ വെച്ചാൽ പല ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ, ആന്റിബയോട്ടിക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അത് കാരണം പോയിട്ടുണ്ട്. ഈ ലോകത്ത് നിന്ന് അതിനെ TB, കോളറ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിഗ്രഹിക്കാൻ പറ്റിയിട്ടുണ്ട് ആന്റിബയോട്ടിക്സ് കാരണം. ബട്ട് അതിന്റെ വേറൊരു വശം കൂടി ഉണ്ട്. ആന്റിബയോട്ടിക്സ് ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സിന് മൈക്രോബ്സിനെ മൊത്തമായിട്ട് ഇങ്ങനെ ഒരു മെന്റൽ ആയിട്ടുള്ള ആൾക്കാർ തോക്ക് വെച്ച് കുറെ എണ്ണത്തിന് വെടിവെച്ച് കൊള്ളില്ല. അതുപോലെയുള്ള ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ചീത്ത ബാക്ടീരിയനെ അത് നിഗ്രഹിക്കും. പക്ഷെ സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ്, ഇപ്പൊ ഈ ഇന്ന ബാക്ടീരിയനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആന്റിബയോട്ടിക്സും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ആന്റിബയോട്ടിക്സ് ആണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത്. ന്യൂ ജനറേഷൻ ആന്റിബയോട്ടിക്സ് അങ്ങനത്തതാണ്. അപ്പൊ അങ്ങനത്തതാവുമ്പോൾ ഇപ്പൊ നമ്മൾ ഡിസീസ് കോസിങ് ബാക്ടീരിയനെ മാത്രം കൊല്ലുന്ന ആന്റിബയോട്ടിക്സ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ആന്റിബയോട്ടിക്സ് യൂസേജ് കഴിയുന്നതും കുറയ്ക്കുന്നതാണ് നല്ലത്, അൺലെസ് യു ആർ ദാറ്റ് സിക്ക്. അതാണ് ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് നിങ്ങൾ വെറുതെ പോയാൽ വെറുതെ നിങ്ങൾക്ക് ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് നല്ല ബാക്ടീരിയ ചീത്ത ബാക്ടീരിയ കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്ത് പോകും. സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ആ പെർട്ടിക്കുലർ കോളനിനെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളുടെ പല പ്രോബയോട്ടിക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആന്റിബയോട്ടിക്സിനെ ചെറുക്കുക എന്നുള്ളത്. നല്ല പല പ്രോബയോട്ടിക്സും ഈ ആന്റിബയോട്ടിക്സിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മളൊരു വീക്ക് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ ആ പ്രോബയോട്ടിക്സിന് ഈ ആന്റിബയോട്ടിക്സ്. നമ്മൾ ഈ പാരസിറ്റമോൾ കഴിക്കുന്നത് ഈ ആന്റിബയോട്ടിക്സിനെ, ഈ പ്രോബയോട്ടിക്സിനെ നല്ലോണം എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് സത്യമാണോ? ഏത് മരുന്നാണെങ്കിലും എഫക്ട് ചെയ്യും. പ്രോബയോട്ടിക്സിന് എന്ത് മരുന്ന് നമ്മൾ കഴിക്കുകയാണെങ്കിലും എഫക്ട് ചെയ്യും. അതാണ് പിന്നെ നമുക്കൊരു ക്ഷീണത്തിന്
റീസൺ ആയിട്ട് വരുന്നത്. അതെ അതെ, നമ്മൾ ആന്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ നമ്മൾ കുറേ ബാക്ടീരിയകൾ, നല്ല ബാക്ടീരിയകൾ അങ്ങോട്ട് പോകും. അപ്പോഴാണ് നമ്മൾ ക്ഷീണിച്ച് നിൽക്കുന്നത്. ആ സമയത്ത് വി ഹാവ് ടു ടേക്ക് സം പ്രോബയോട്ടിക്സ് സോ ദാറ്റ് വി ഫീൽ മോർ റിപ്ലനിഷ്, നമ്മുടെ മൈക്രോബയോമിനെ ഒന്നുകൂടെ റിപ്ലനിഷ് ചെയ്യാം. തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു ഹാഫ് ഹ്യൂമൻ ഹാഫ് മൈക്രോബ്സ് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ജനിക്കുമ്പം തൊട്ടേ ഈ ബാക്ടീരിയ അല്ലെങ്കിൽ ഈ മൈക്രോബ്സ് നമ്മുടെ ബോഡിയിലുണ്ടോ? കുട്ടിയാകുമ്പം തന്നെ ഉണ്ടോ? ഇല്ല, ചെറിയൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനകത്ത് മൈക്രോബിയൽ പോപ്പുലേഷൻസ് ഉണ്ടാവില്ല. അമ്മയുടെ കുറച്ചൊരു മൈക്രോബ്സ് ഉണ്ടാവും എന്നല്ലാതെ അധികം അതിന്റെ മുകളിലൊന്നും ഉണ്ടാവില്ല. അത് പുറത്തേക്ക് ഇപ്പോൾ അത് സിസേറിയൻ വഴിയാ വരുന്നെങ്കിൽ ഹോസ്പിറ്റൽ മൈക്രോബ്സ് ആയിരിക്കും അതിന്റെ നേഴ്സിന്റെ കയ്യിലുള്ള മൈക്രോബ്സ്. അല്ലെങ്കിൽ പിന്നെ നോർമൽ ബർത്ത് ആണെങ്കിൽ അമ്മയുടെ ഈ ബർത്തിങ് കനാലിലുള്ള മൈക്രോബ്സ് ആണ് അത്. ആ മൈക്രോബ്സ് ആണ് കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാല് ഈ കുഞ്ഞ് സിസേറിയൻ വഴിയാണോ അല്ലെങ്കിൽ നോർമൽ ചൈൽഡ് ബർത്ത് വഴിയാണോ പുറത്ത് വരുന്നത്, അതിന്റെ മുകളിൽ അതിന്റെ ഹെൽത്ത് കുറെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങള് അവർക്ക് പാല് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അമ്മയുടെ പാല് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയും. പിന്നെ 6 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചെറുതായിട്ട് സോളിഡ് ഫുഡ്, അതുമല്ല നല്ലോണം മെഷ് ചെയ്തിട്ടുള്ള ഫുഡ് കൊടുക്കുന്നത്. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഇറ്റ് ഡസൻ ഹാവ് മൈക്രോബ്സ്. അതിന്റെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് ഗട്ട് ബാക്ടീരിയ ഇല്ല. ഗട്ട് ബാക്ടീരിയ പോപ്പുലേഷൻ കൂടി വന്നാലേ അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ പതുക്കെ ഫോറിൻ ഫുഡ് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ കൂടെ അതിന് പ്രോബയോട്ടിക്സ് അതിന്റെ വയറ്റിൽ ചെന്നിട്ട് കോളനൈസ് ചെയ്തിട്ട് പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആക്കി മാറ്റണം. ഇപ്പൊ മാം പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ഫുഡ് കഴിച്ചിട്ടും കാര്യമില്ല, അതിനെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് ദാറ്റ് ഈ മൈക്രോബയോംസ് ഉണ്ടായിരിക്കണം. സോ ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും നമ്മുടെ ബോഡിയുടെ കംപ്ലീറ്റ് ഹെൽത്തിന്റെ ഒരു പ്രോസസ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഗട്ടിൽ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. അത് സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും നമ്മൾ കഴിക്കുന്ന ഫുഡ് അനുസരിച്ചായിരിക്കും. ഇതിന് മാം എന്തെങ്കിലും ഒരു ഡയറ്റ് അല്ലാന്ന് ചോദിക്കുന്നത്. ഇപ്പം രാവിലെ നമുക്ക് എന്താ പറയാ എണീറ്റപാട് കഴിച്ചാൽ ഇന്ന സാധനങ്ങൾ കഴിച്ച്, നേരത്തെ ഇപ്പം പഴങ്കഞ്ഞിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ എന്തെങ്കിലും നമ്മളെ ഓഡിയൻസിന് പറയാനുണ്ടോ? ഇപ്പം രാവിലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് അല്ലെങ്കിൽ നമുക്ക് ഇന്ന ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമ്മുടെ ഫുഡിൽ അധികം പ്രോബയോട്ടിക് ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക. പ്രോബയോട്ടിക് ഫുഡ്സ് എന്ന് പറയുമ്പോൾ തൈര് ഇങ്ങനത്തതൊക്കെ അല്ലാതെ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, റോ ആയിട്ടുള്ളത്, കുക്ക്ഡ് ആയിട്ടുള്ളത്. ഈ ഫൈബർ ഗ്രെയിൻസ് ഒക്കെയാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാം. പക്ഷെ വെജിറ്റബിളും ഫ്രൂട്ട്സും കഴിയുന്നതും നമ്മൾ കുക്ക് ചെയ്യാതെ അല്ലെങ്കിൽ മിനിമലി പ്രോസസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പ്രോബയോട്ടിക്സ് നമ്മുടെ ശരീരത്തിൽ വരും. അതേമാതിരി സീസണൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക. സീസണൽ ഫ്രൂട്ട്സ് പറയുമ്പോൾ നമ്മൾ അടുത്ത് ഗ്രോ ചെയ്ത് അടുത്ത് എവിടെയെങ്കിലും നമ്മുടെ നാട്ടിൽ തന്നെ ഗ്രോ ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിൽ, പ്രിഫറബിളി അതാണ് ബെസ്റ്റ്, ഗാർഡനിൽ ഗ്രോ ചെയ്ത ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്രോബയോട്ടിക്സ് കിട്ടും. പിന്നെ ഫൈബർ നമ്മൾ ഇൻടേക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 25 ഗ്രാം ഫൈബർ ഒരു ദിവസം വേണം, അറ്റ്ലീസ്റ്റ് 25 ഗ്രാം. ആ ഫൈബർ നമ്മൾ ഗ്രെയിൻസ് അല്ലെങ്കിൽ വീറ്റ് ബ്രാൻ, റൈസ് ബ്രാൻ, ഹോൾ ഗ്രെയിൻസ്, അതായത് അതിന്റെ പോളിഷ് ചെയ്യാത്ത ഗ്രെയിൻസ്, പരിപ്പിലൊക്കെ ഫൈബർ ഉണ്ട്. അതും മാത്രമല്ല അതിനകത്ത് പ്രോട്ടീനും ഉണ്ട്. പിന്നെ മില്ലറ്റ്സ്, ഇലവർഗ്ഗങ്ങൾ, അതിനകത്തൊക്കെ ഇഷ്ടംപോലെ ബാക്കി മിനറൽസും ഉണ്ട്, ഫൈബർ മാത്രമല്ല. ഫൈബറിന് പിന്നെ സോളിബിൾ ഫൈബറിൽ വരുന്നത് നമ്മുടെ ചിയ സീഡ്സ്, ഫെനുഗ്രീക് സീഡ്സ്, അതൊക്കെ ശരിക്കും ഇതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ തന്നെ നമ്മുടെ പ്രോബയോട്ടിക് ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ആവും. ഓക്കെ. സോ മാം ഒരു കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ മാം നമ്മുടെ ഓഡിയൻസിനോട് എന്തായിരിക്കും ഈ ഒരു ഷോർട്ടായിട്ട് പറയാം, ഗട്ട് ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും, ഒരു 1 ലൈനിൽ പറയുകയാണെങ്കിൽ? സോ നിങ്ങൾക്ക് ഏജ് എത്രത്തോളം നിലനിർത്തണമെങ്കിൽ അത്രത്തോളം നിങ്ങൾ ഫൈബറും പ്രോബയോട്ടിക് ഫുഡ്സും കഴിക്കാം. നല്ലോണം ഉറങ്ങുക. നിങ്ങളെ ഹെൽത്തിനെ സംരക്ഷിച്ചാൽ നിങ്ങളെ മൈക്രോബയോമിനെയും നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റും. സോ ബി ഹെൽത്തി ആൻഡ് തിങ്ക് പോസിറ്റീവ്. അതെ, ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ ഹെൽത്തി ആയിരിക്കുക. താങ്ക് യു.